വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. ഇന്ന് റിലീസ് ചെയ്ത ഉറ്റവർ സിനിമ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുത്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാം. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്ന എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇത് യഥാർത്ഥത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്റ്റോറിയായി എഴുതപ്പെട്ട ഒരു കഥയാണ്. അപ്പോൾ ഇതിൻ്റെ കഥ, തിരക്കഥ, സംവിധാനം ഒക്കെ ചെയ്തിരിക്കുന്നത് അനിൽ ദേവാണ്. അപ്പോൾ ഇത് വളരെയധികം പവർഫുള്ളായ ഒരു മാറ്ററാണ് അനിൽ ദേവ് സിനിമയാക്കിയിരിക്കുന്നത്. അതായത് വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു മാറ്റർ തന്നെയാണ് ഈ സിനിമയുടെ ആ ഒരു വിഷയം. അപ്പോൾ അദ്ദേഹം അതിൻ്റെ ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത, ആ ഒരു സാമൂഹ്യ ഉത്തരവാദിത്വത്തെ ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് എഴുതി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അദ്ദേഹം നന്നായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എഡിറ്റിംഗ് ചെയ്തിരിക്കുന്നത് ഫാസിൽ റസാഖാണ്. കക്ഷി നന്നായിട്ട് തന്നെ ഈ സിനിമ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇതിലെ ചില സീനുകളൊക്കെ കാണുമ്പോൾ ആ സീനുകളുടെ അവസാന ഭാഗത്ത് ആ കഥാപാത്രങ്ങൾ അങ്ങനെ സ്റ്റില്ലായിട്ട്, അതായത് ഒന്നും പറയാതെ നിൽക്കുന്ന സമയം ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡൊക്കെ കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് ചെയ്യാമെന്ന് എനിക്ക് സിനിമ കാണുമ്പോൾ തോന്നി. അതും എല്ലാ ഭാഗത്തൊന്നുമില്ല, ചില ഭാഗത്ത് മാത്രമേ അങ്ങനെ കണ്ടുള്ളൂ. ഈ ഒരു കാര്യമേ എനിക്ക് അങ്ങനെ ഒരു കുറവായിട്ട് തോന്നിയുള്ളൂ. അതൊരു വലിയ കുറവല്ല, എങ്കിലും അങ്ങനെ തോന്നി, അത്രയേ ഉള്ളൂ. പക്ഷേ എഡിറ്റിംഗ് ഒക്കെ ഫാസിൽ റസാഖ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കഥാപാത്രങ്ങളിലേക്ക് വരാം. ഇതിലെ ഹീറോ ആയിട്ട് അരുൺ നാരായണനാണ് അഭിനയിച്ചിരിക്കുന്നത്. ചന്തു എന്ന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നു. അതേപോലെ ആതിര സുധീർ ഹീറോയിനായിട്ട് അഭിനയിച്ചിരിക്കുന്നു. പത്മ എന്ന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നു. അപ്പോൾ പത്മയുടെ പിതാവായിട്ട് ഗോവിന്ദൻ എന്ന കഥാപാത്രത്തെ റോയ് മാത്യു ആണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ആശാ നായരാണ് ഉഷ എന്ന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അരുൺ നാരായണൻ്റെ കഥാപാത്രം ചന്തുവിൻ്റെ അച്ഛനായ കുമാരനായിട്ട് സജി സോപാനമാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അവരുടെ ഭാര്യയായിട്ട് ഡോറാബായാണ് ഗിരിജ എന്ന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ ഈ ഒരു 6 കഥാപാത്രങ്ങളാണ് ഈ സിനിമയിലെ പവർഫുള്ളായ ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇവരെക്കുറിച്ച് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും കണ്ടിരുന്നപ്പോൾ തോന്നിയ ഒരു കാര്യം, ഒന്നിനും തന്നെ മനസാക്ഷി പറയുന്ന സാധനമില്ല. അതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഇത് നാച്ചുറലായിട്ട് സംഭവിച്ച കാര്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ചെയ്ത കഥയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നാച്ചുറലായിട്ട് തന്നെ സിനിമ ഇരിക്കണം. അതിൽ എനിക്ക് ഒരു എടുത്തു പറയാനുള്ള ഒരു കഥാപാത്രമായിട്ട് പറയുകയാണെങ്കിൽ ഗോവിന്ദൻ എന്ന കഥാപാത്രം റോയ് മാത്യു കക്ഷി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള പിതാക്കന്മാർ ചില സ്ഥലങ്ങളിൽ ഉണ്ടായി പോകുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിലെ ആതിര സുധീർ പത്മ എന്ന കഥാപാത്രത്തെ ഒരു സ്ത്രീയുടെ ശക്തിയായിട്ട് സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അരുൺ നാരായൺ വളരെ സ്മൈലിങ്ങോടെ, പുഞ്ചിരിയോടുകൂടെ തന്നെ സിനിമയുടെ തുടക്കം മുതൽ അങ്ങേരുടെ ആ അവസാനത്തെ ആ ഒരു സീന് വരുന്നവരെയും കക്ഷി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ സജി സോപാനം ത്തിൻ്റെ കഥാപാത്രം, പിന്നെ അതേപോലെ ഡോറാബായുടെ കഥാപാത്രം, ഇതൊക്കെ തന്നെ നന്നായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്, 6 കഥാപാത്രങ്ങളും. അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പ്രണയമാണ്. അപ്പോൾ ഈ സിനിമ ആരൊക്കെയാണ് കണ്ടിരിക്കേണ്ടതെന്ന് എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രണയിക്കുന്ന യുവതി യുവാക്കൾ കണ്ടിരിക്കേണ്ട സിനിമയാണ്. കാരണം ലോകത്ത് ഈ സിനിമയിൽ കാണിക്കുന്ന പോലെയും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രണയിക്കുന്നവരൊക്കെ കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഉറ്റവർ. ആ ഉറ്റവർ എന്ന തലക്കെട്ട് ഈ സിനിമയ്ക്ക് വളരെയധികം യോജിക്കുന്നുണ്ട്. ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ ഒരു ആദിവാസി യുവാവ് പ്രണയിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളായിട്ടാണ് ഈ സിനിമ ിലുടനീളം ഉള്ളത്. അങ്ങനെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത്. അപ്പോൾ പല സ്ഥലങ്ങളിലും ഇതേപോലെ മനുഷ്യൻ തന്നെ താഴ്ന്ന ജാതി ഉയർന്ന ജാതി എന്നൊക്കെ വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രണയിക്കുമ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രണയിക്കുന്നവരൊക്കെ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടിരിക്കേണ്ടതാണ്. അപ്പോൾ പെട്ടെന്ന് ഒരു പെണ്ണ് ചെറുക്കനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ചെറുക്കൻ പെണ്ണിനെ കാണുമ്പോൾ അവരെ ഇഷ്ടപ്പെട്ട് തമ്മിൽ പ്രണയിച്ച് അവർ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇത്രകാലം തങ്ങളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോട് കാണിക്കുന്ന അവരുടെ അവഗണനകൾ,
അതേപോലെ തന്നെ തങ്ങളുടെ മക്കൾ ഇതേപോലെ പ്രണയിച്ച് അവർ തെറ്റായ തീരുമാനങ്ങളിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ മക്കൾ തന്നെ അല്ലേ എന്ന് കരുതിക്കൊണ്ട് അവരെ ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കാത്ത കുറേ പേര് ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉള്ളപ്പോൾ എന്താണോ സംഭവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിക്കും സംഭവിച്ചതാണ് എന്ന് പറയുമ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ആ ഒരു പവർ എന്താണെന്നുള്ളത്. ആ മാറ്ററിൻ്റെ ഒരു നമ്മൾ ചിന്തിക്കാനും അതേപോലെ ഉൾക്കൊള്ളാനുമുള്ള ആ ഒരു സാഹചര്യം എന്താണെന്ന് ഈ സിനിമ കണ്ടാൽ തീർച്ചയായും നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് പറയാനാവില്ല. കാരണം ഇതിലെ ആക്ഷൻ രംഗങ്ങളോ അല്ലെങ്കിൽ നല്ല BGMോ അല്ലെങ്കിൽ അതുപോലെയുള്ള കോമഡി കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല. പക്ഷേ സമൂഹത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമായിട്ട് എടുത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണെന്നേ ഞാൻ പറയുകയുള്ളൂ. കാരണം റിയൽ മാറ്റർ ആണല്ലോ അവർ എടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണ്. പിന്നെ ഇതിൽ സജി സോപാനത്തിൻ്റെ ആ കുമാരൻ എന്ന കഥാപാത്രം തൻ്റെ മകന് കുറേ പേർ ചേർന്ന് അവിടെ മർദ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പേടിച്ചിട്ട് അങ്ങോട്ട് മാറി ഒളിഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥ ഇതിൽ കണ്ടു. അപ്പോൾ അതൊരു റിയൽ സംഭവത്തെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന സിനിമയാണെങ്കിലും ഇങ്ങനെ എന്തായാലും ഒരു പിതാവും ചെയ്യില്ലല്ലോ എന്ന് എനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നി. അപ്പോൾ അതങ്ങോട്ട് എനിക്ക് യോജിക്കാനായില്ല. കാരണം റിയലായിട്ട് ഇങ്ങനെ സംഭവിക്കുമോ? ഇത് സിനിമാറ്റിക് ആണെന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരു പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അനിൽ ദേവ് എഴുതിയതായിരിക്കാം. അതെന്തോ ആകട്ടെ, എന്തായാലും ആ ഒരു സീൻ എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റിയില്ല. എന്നാൽ അതിനുശേഷം ആ കുമാരൻ എന്ന കഥാപാത്രം മകന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ഉഷാറായിട്ട് അനിൽ ദേവ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണെന്ന് ഞാൻ പറയുകയുള്ളൂ. എനിക്കിതൊരു എബോവ് ആവറേജ് മൂവിയായിട്ടാണ് തോന്നിയത്. വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു മാറ്റർ തന്നെയാണ്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.